മലങ്കര സഭയിലെ തുമ്പമൺ ഭദ്രാസനാധിപൻ സെറാഫിൻ തിരുമേനി സൺഡേ സ്കൂൾ കുട്ടികളുമായി സംവാദം നടത്തിയപ്പോൾ യേശു ദൈവമാണ്, കർത്താവാണ്, രക്ഷകനാണ് എന്ന് പഠിപ്പിച്ചത് പെന്തക്കോസ്ത് പാസ്റ്റർ ഷിബു പീഡിയലിന് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ പഴയ നിയമത്തിലെ ദൈവത്തെയും യഹോവ എന്ന നാമത്തെയും തള്ളിപ്പറഞ്ഞ ഷിബു ഇപ്പോൾ യേശു ക്രിസ്തുവിനെയാണ് തള്ളിപ്പറഞ്ഞ് നടക്കുന്നത്. ഇയാൾ ആദ്യം പെന്തക്കോസ്തുകാരനായിരുന്നു. അവിടെ നിലനിൽപ്പില്ല എന്ന് വന്നപ്പോൾ അവരെ കുറ്റം പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇയാൾ വിമർശിക്കാത്ത ആളുകളില്ല. ഇയാൾ ഏതോ പണ്ഡിതനാണെന്ന ഇയാളുടെ വിചാരം. യേശു ദൈവമാണെന്ന് പഠിപ്പിക്കരുതെന്ന് പറയാൻ ഇയാൾ ആരാ? യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ചോദിക്കും പോലും യേശു ആരോടാണ് പിന്നെ പ്രാർത്ഥിച്ചതെന്ന്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അത്രേ. അതുകൊണ്ട് യേശു ദൈവമാണ് എന്ന് പറയരുതെന്നാണ് ഇയാളുടെ അഭിപ്രായം. ഷിബു പീഡിയക്കലിൻ്റെ തൃത്വവിശ്വാസ പഠിപ്പിക്കലിൽ ചില കാര്യങ്ങൾ കൂടി ചേർക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. AD 325 അറിയോസിൻ്റെ വേദവിപരീത പഠിപ്പിക്കലിൻ്റെ പുതിയ രൂപമാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അറിയോസ് ഒരു ചെറിയ ആളൊന്നുമല്ലായിരുന്നു, ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിൽ സമന്മാരല്ല എന്നായിരുന്നു. റേഷണൽ തിങ്കേഴ്സ് ഇത് ശരിവയ്ക്കും. കാരണം അപ്പനും മകനും തമ്മിൽ പ്രായത്തിലും രൂപത്തിലും അറിവിലും മുതലായ എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായിരിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. അറിയോസ് ഇതിനു വേണ്ടി ഉപയോഗിച്ച വേദവാക്യങ്ങൾ 1 കോരിന്ത്യർ 11 3 വാക്യം, 15 28 വാക്യം, കൊലോസ്യർ 1 15 വാക്യം, മാർക്കോസ് 10 18 വാക്യം, യോഹന്നാൻ 14 28 വാക്യം, സദൃശ്യവാക്യങ്ങൾ 8 22 മുതലുള്ള ഭാഗങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ കേവലം ഒരു ശമാശ പദവിയിൽ മാത്രമായിരുന്ന അത്താനോസിയസ് ഈ വാക്യങ്ങളെല്ലാം അതേ നിലയിൽ ഖണ്ഡിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവം തന്നെ എന്ന് തെളിയിച്ചു. ബൈബിൾ വാക്യങ്ങൾ പകരമായി ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം അത് തെളിയിച്ചത്. തൃത്വവിശ്വാസത്തിൽ ഉറപ്പിച്ച്, അതായത് യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു തുടങ്ങിയ അനേകം വാക്യങ്ങൾ യോഹന്നാൻ 10 30 വാക്യം, 14 9 വാക്യം, റോമൻസ് 9 5 വാക്യം ഇവയൊക്കെ ഉദ്ധരിച്ച് അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം മതമുണ്ടായതും വേദവിപരീതങ്ങളുണ്ടായതും ഈ നൂറ്റാണ്ടിൽ ഒന്നുമല്ലെന്നറിയുക. ദൈവത്തെ നമുക്ക് നമ്മുടെ അറിവോ ബുദ്ധി കൊണ്ടോ അറിയാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ അനുഭവം കൊണ്ടാണ് ദൈവത്തെ അറിയേണ്ടത്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വാക്കാണ് ട്രിനിറ്റി അഥവാ തൃത്വം. എന്നാൽ ഇന്നും ശരിയായി ആർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു നാമവുമാണ് തൃത്വം. തൃത്വത്തെ മനുഷ്യ അറിവിൽ വ്യാഖ്യാനിച്ചാൽ മനസ്സിലാകില്ല, ആർക്കും മനസ്സിലാക്കാനുമാവില്ല. പഴയ നിയമത്തിൽ ഒരാൾ പോലും ദൈവത്തെ കണ്ടതായി പറയുന്നില്ല. എന്നാൽ ആ ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവായി കാണപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇതേ വാക്യത്തിൻ്റെ വിശദീകരണം തന്നെയല്ലേ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ 1:1 പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. അപ്പോൾ യേശു ക്രിസ്തു ദൈവം തന്നെയല്ലേ? മോശ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചതുപോലെ മാത്രമാണ് നീ ആരാകുന്നു കർത്താവേ എന്ന് മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി ഐ ആം ദാറ്റ് ഐ ആം, അതായത് ഞാനാകുന്നവൻ ഞാനാകുന്നു. കാറ്റിൽ, വെള്ളത്തിൽ, തീയിൽ ഞാനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മറുപടി ഇതൊക്കെയായിരുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ തലവനായ മോശ ദൈവത്തെ അറിയാനും കാണാനും ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച മറുപടി. സീനായി മലയിൽ നിന്നും 10 കൽപ്പനയുമായി വരുമ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ തിളങ്ങി. അപ്പോൾ നേരിട്ട് ദൈവത്തെ മോശ കണ്ടിരുന്നുവെങ്കിൽ ആ തീയിൽ വെന്തുരുകുമായിരുന്നു. ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വവും അടങ്ങിയിരിക്കുന്നു. ദൈവം ഏകനാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെയും ആകാം. 10 കൽപ്പനയിലെ 1-ാം കൽപ്പന തന്നെ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. അവിടെ ഏകത്വം കാണുന്നു. മാമോദിസ സമയത്ത് തൃത്വം വെളിപ്പെടുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പൗലോസിൻ്റെ ലേഖനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതകനായ പുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ ആവാസം, ഇതൊക്കെ തൃത്വനാമത്തിൽ ഉൾപ്പെടുന്നതാണ്. കാലം ചെയ്ത നിരണം ഭദ്രാസനാധിപനായിരുന്ന ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ തൃത്വത്തെ വിവരിക്കുന്നത് റബ്ബർ കായ്ക്ക് തുല്യമാണ്. ഒരു കായിൽ 3 കുരു, അതായത് 1-ൽ 3. അദ്ദേഹത്തിൻ്റെ പാട്ടും പ്രസംഗവുമെല്ലാം തൃത്വാടിസ്ഥാനത്തിൽ ആയിരുന്നു. അവസാന നാളുകളിൽ അദ്ദേഹം പാടിയ പാട്ട് തന്നെ
ത്രിയേക ദൈവം, എല്ലാവർക്കും ദൈവം, ഹിന്ദുവിനും മുസൽമാനും എന്നായിരുന്നു. ആഗോള പുരാതന അപ്പോസ്തോലിക ക്രൈസ്തവ സമൂഹം അവരുടെ എല്ലാ ആരാധനാക്രമങ്ങളിലും ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെപ്പറ്റി വിശ്വസിച്ച് ഏറ്റുപറയുന്നത് തന്നെ ഇപ്രകാരമാണ്: യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്നും ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവവും ദൈവപുത്രനും മനുഷ്യപുത്രനും ലോകം കാത്തിരുന്ന മിശിഹായുമാണെന്ന് സംശയങ്ങൾക്കതീതമായി ഇന്നും ആർക്കും പറയുകയും വിശ്വസിക്കുകയും ചെയ്യാം. പെന്തക്കോസ്തുകാരോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഈ മുതലിനെ അങ്ങ് തിരിച്ചെടുക്കണം. നിങ്ങൾ മാത്രമാണ് ഇയാളെ ഇങ്ങനെയാക്കിയത്. ഷിബു പീഡിയക്കലിനോട് ഒരു വാക്ക് അങ്ങ് വലിയ വേദപണ്ഡിതനാ, സമ്മതിച്ചു. അത് പാവം പെന്തക്കോസ്ത് വിശ്വാസികളോട് മതി, അവർ കേട്ടിരുന്നോളും, അവിടെ ചിലവാകൂ.